എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ബീഫ് നല്ല രസമായിട്ട് വെക്കുന്നവർ ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ വെക്കുന്നൊരു രീതി എൻ്റെ മക്കൾ പഠിപ്പിച്ചു തരാൻ പറയാറുണ്ട്. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ, ഒരു അവധി കിട്ടിയപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് ബീഫ് ശരിയാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരാമെന്നുള്ള ഒരു ആഗ്രഹത്താലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ബീഫ് തേങ്ങ കൊത്തിട്ട് വരട്ടാനായിട്ടാണ് ഇട്ടത്. അപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കി നമ്മളതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ചെന്ന ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ എടുത്തു വെച്ച മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ ഉപ്പും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മളിതിൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ നമ്മൾ വാർന്നു പോയി. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൽ തീരെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിൽ സ്റ്റീം ചെയ്യാം. ബീഫ് നമ്മൾ റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ട് കൊടുത്തു കേട്ടോ. ഈ സവോള നന്നായി ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും ഇതിൻ്റെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സവോള വാടി വരുമ്പോൾ നമുക്ക് കുറേശ്ശെ ഇതൊക്കെ ഇട്ട് നന്നായി ഗോൾഡൻ നന്നായി വഴണ്ട് വരണം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് തേങ്ങ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ കുത്തി വെച്ചതും കൂടിയിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, തേങ്ങ ഇതൊക്കെ ഇട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തു കിട്ടാം. ഇനി നമ്മളിതിൽ എരിവിന് വേണ്ടി എല്ലാം നമ്മൾ മുന്നേ അതൊക്കെ വേവിക്കുമ്പോൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇടാം. പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ടോ. അത് നന്നായി ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ബീഫ് സെറ്റാക്കിയത് ഇടാം കേട്ടോ. ബീഫ് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ അതിൽ ഒരു കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ കുക്കറിൽ തന്നെ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ചെയ്തത്. അപ്പോഴാണ് നമ്മൾ മുന്നേ ചേർത്ത മസാല അത് നന്നായി പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതുകൊണ്ട് ഇളക്കാൻ പാടില്ല എപ്പോഴും. അതുകൊണ്ട് ഇളക്കും. മരത്തിൻ്റെ മുഡിൻ്റെ ഇതുണ്ട്. അല്ല, എന്നാലും ഇതുണ്ടാക്കിയാൽ മതി. നോൺ സ്റ്റിക്കല്ല പാൻ. ബീഫ് തേങ്ങ കൊത്തിട്ട് വറ്റിയെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ രീതിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം.